പശ്ചിമേഷ്യൻ ഭൗമരാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകവും അപകടകരവുമായ ഒരു സന്ധിയിലൂടെയാണ് ലോകം ഇപ്പോൾ കടന്നുപോകുന്നത്. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി നിഴൽ യുദ്ധങ്ങളിലൂടെ പരോക്ഷമായ നീക്കങ്ങളിലൂടെ മാത്രം ഏറ്റുമുട്ടിയിരുന്ന ഇറാനും ഇസ്രയേലും ഇന്ന് പരസ്പരം മുഖാമുഖം നിന്ന് യുദ്ധം പ്രഖ്യാപിക്കുന്ന അത്യധികം ഭീതിജനകമായ അന്തരീക്ഷമാണ് സംജാതമായിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തങ്ങളുടെ തന്ത്രപ്രധാന സൈനിക സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങളെ നേരിട്ട് ലക്ഷ്യമിടാൻ തുടങ്ങിയതോടെ പശ്ചിമേഷ്യ കത്തുകയാണെന്ന് മാത്രമല്ല, ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ കനലുകൾ അവിടെ പുകയുകയാണോ എന്ന് അന്താരാഷ്ട്ര സമൂഹവും ഭയപ്പെടുന്നു. ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധത്തിന്റെ നട്ടെല്ലും തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങളുമായ നെവാറ്റിം, ടെൽനോഫ് എന്നീ വ്യോമതാവളങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ IRGC ആരംഭിച്ച ഓപ്പറേഷൻ നസർ ഈ സങ്കീർണ പ്രതിസന്ധിയുടെ ഏറ്റവും പുതിയതും വിനാശകരവുമായ അധ്യായമാണ്. വൻ ശക്തികളുടെ ഉപരോധങ്ങളെയും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെയും വകവയ്ക്കാതെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണവും അതിനെ തുടർന്ന് മേഖലയിൽ ഉടനീളം രൂപപ്പെട്ട പുതിയ സൈനിക സഖ്യങ്ങളും പശ്ചിമേഷ്യയുടെ സുരക്ഷാ സമവാക്യങ്ങളെ അടിമുടി മാറ്റിമറിച്ചു. അറബി ഭാഷയിൽ നസർ എന്ന വാക്കിനർത്ഥം വിജയം എന്നാണ്. കേവലം ഒരു വിജയം എന്നതിലുപരി ദൈവത്തിന്റെ പ്രത്യേക സഹായത്തോടെ ശത്രുവിന്റെ മേൽ നേടുന്ന സമ്പൂർണമായ ആധിപത്യത്തെയാണ് ഈ പദം സൂചിപ്പിക്കുന്നത്. സൈനികമായ ഒരു കോഡുനാമം എന്നതിനപ്പുറം ഇസ്രയേലിനും അതിന്റെ പാശ്ചാത്യ സഖ്യകക്ഷികൾക്കും കൃത്യമായി പ്രത്യയശാസ്ത്രപരവും രാഷ്ട്രീയവുമായ സന്ദേശം നൽകാനാണ് ഇറാൻ ഈ പേര് തിരഞ്ഞെടുത്തത്. ഈ സൈനിക ഓപ്പറേഷനിലേക്ക് ഇറാനെ നയിച്ച സമീപകാല സംഭവ വികാസങ്ങൾ ഇവയാണ്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിരുന്ന 3 വ്യത്യസ്ത റഡാർ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ നേരത്തെ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഇത് തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള നേരിട്ടുള്ള കടന്നുകയറ്റമായാണ് ഇറാൻ വിലയിരുത്തിയത്. രാജ്യത്തിന്റെ തെക്കൻ തീരദേശത്തുള്ള മക്ഷഹർ മേഖലയിലെ പെട്രോ കെമിക്കൽ സമുച്ചയങ്ങൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ അട്ടിമറി നീക്കങ്ങൾ ഇറാന്റെ ഊർജ്ജ മേഖലയും സാമ്പത്തിക അടിത്തറയും തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. തങ്ങളുടെ ദേശീയ സുരക്ഷയും സാമ്പത്തിക താൽപര്യങ്ങളും ഇത്രത്തോളം വെല്ലുവിളിക്കപ്പെട്ടിട്ടും നിശബ്ദമായിരുന്നാൽ അത് വലിയ തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവിലാണ് തങ്ങളുടെ എയറോസ്പേസ് ഫോഴ്സിലേക്ക് മിസൈൽ സാങ്കേതിക വിദ്യ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇറാൻ ഓപ്പറേഷൻ നസർ ആരംഭിച്ചത്. ഇറാന്റെ IRGC പുറത്തുവിട്ട ഔദ്യോഗിക പ്രസ്താവന പ്രകാരം അത്യധികം കൃത്യതയാർന്ന മിസൈലുകൾ ഉപയോഗിച്ചാണ് അവർ ഇസ്രയേലിന്റെ ഉള്ളറകളിലേക്ക് ദൗത്യം നടപ്പിലാക്കിയത്. ഇസ്രയേലിന്റെ സുരക്ഷാ കോട്ടകളിൽ ഏറ്റവും സുപ്രധാനമായ 2 വ്യോമതാവളങ്ങളെയാണ് ഈ ഓപ്പറേഷനായി തിരഞ്ഞെടുത്തത്. ഇസ്രയേൽ വ്യോമസേനയുടെ ഏറ്റവും ആധുനികമായ യുദ്ധവിമാനങ്ങളും ദീർഘദൂര സ്ട്രൈക്ക് ഫോഴ്സുകളും നിലയുറപ്പിച്ചിരിക്കുന്നത് ഈ 2 താവളങ്ങളിലാണ്. പ്രത്യേകിച്ച് 5ാം തലമുറയിൽപ്പെട്ട F-35 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളുടെ പ്രധാന കേന്ദ്രമാണ് നെവാറ്റിം. പശ്ചിമേഷ്യയിൽ ഉടനീളമുള്ള ഇസ്രയേലിന്റെ രഹസ്യ സൈനിക ഓപ്പറേഷനുകളും വ്യോമാക്രമണങ്ങളും ഏകോപിപ്പിക്കുന്ന ഈ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടതിലൂടെ ഇസ്രയേലിന്റെ വ്യോമ മേധാവിത്വത്തിന്റെ നട്ടലൊടിക്കാനാണ് ഇറാൻ ശ്രമിച്ചത്. ആക്രമണത്തിന്റെ കൃത്യമായ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇസ്രയേൽ സൈനിക സെൻസർഷിപ്പിലൂടെ കർശനമായി നിയന്ത്രിച്ചിരിക്കുകയാണെങ്കിലും ഈ നീക്കം ഇസ്രയേൽ സമൂഹത്തിൽ ഉണ്ടാക്കിയ ആഘാതം ചെറുതല്ല. തലസ്ഥാനമായ ടെൽ അവീവ്, ജെറുസലേം, ബീർഷെബ ഉൾപ്പെടെ 187 കേന്ദ്രങ്ങളിൽ ഒരേ സമയം വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങി. ഒരൊറ്റ ദിവസം കൊണ്ട് ഏകദേശം 57.5 ലക്ഷം ജനങ്ങൾക്കാണ് തങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ച് ഭൂഗർഭ ബങ്കറുകളിലും അഭയകേന്ദ്രങ്ങളിലും അഭയം പ്രാപിക്കേണ്ടി വന്നത്. രാജ്യം കടുത്ത യുദ്ധഭീതിയിലായതോടെ ആശുപത്രികളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ശസ്ത്രക്രിയകളും അത്യാഹിത വിഭാഗങ്ങളും സുരക്ഷിതമായി ഭൂഗർഭ സൗകര്യങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു. മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഇറാൻ ഒരു ആഗോള സൂപ്പർ പവർ ആണെന്ന ഇസ്രയേലിന്റെ മുൻ വ്യോമ പ്രതിരോധ കമാൻഡറുടെ പഴയ മുന്നറിയിപ്പ് ശരിവെക്കുന്ന രീതിയിലായിരുന്നു ഇറാന്റെ മിസൈൽ വർഷം. ഓപ്പറേഷൻ നസറിന്റെ ഏറ്റവും വലിയ സവിശേഷത അത് ഇറാനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്നതാണ്. ഇറാൻ നയിക്കുന്ന ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധ മുന്നണിയിലെ മറ്റ് പങ്കാളികളും ഒരേ സമയം ഇസ്രയേലിനെതിരെ കളം നിറയുകയാണ്. ഇതിൽ ഏറ്റവും നിർണായകമായ ചുവടുവെപ്പ് നടത്തിയത് യമനിലെ ഹൂതി സായുധ സേനയാണ്. യമൻ സൈനിക വക്താവ് യഹ്യ സാരി പ്രഖ്യാപിച്ച പുതിയ സൈനിക നയം ഇസ്രയേലിന്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കാൻ പോകുന്നതായിരുന്നു. ചെങ്കടൽ വഴിയുള്ള എല്ലാ ഇസ്രയേലി കപ്പൽ നീക്കങ്ങൾക്കും യമൻ പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇനി മുതൽ ഈ മേഖലയിലൂടെ കടന്നു പോകുന്ന ഏതൊരു ഇസ്രയേലി ഉടമസ്ഥതയിലുള്ളതോ അവരിലേക്ക് ചരക്ക് കൊണ്ടുപോകുന്നതോ ആയ കപ്പലുകൾ തങ്ങളുടെ നിയമാനുസൃത സൈനിക ലക്ഷ്യങ്ങളായിരിക്കുമെന്നാണ് യമൻ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. മാത്രമല്ല, ഈ യുദ്ധത്തിൽ അമേരിക്കയോ മറ്റ് യൂറോപ്യൻ ശക്തികളോ നേരിട്ട് ഇടപെടുകയാണെങ്കിൽ ആഗോള കപ്പൽ ഗതാഗതത്തിന്റെ ജീവനാഡിയായ ബാബൽ മഡേബ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചുപൂട്ടുമെന്നും അവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഗാസ, ലെബനൻ, ഇറാഖ് എന്നിവിടങ്ങളിലെ പ്രതിരോധ ഗ്രൂപ്പുകൾക്ക് മേൽ അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന സംയുക്ത ആക്രമണങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയാണ് യമൻ ഈ നീക്കത്തെ വിശേഷിപ്പിച്ചത്. പശ്ചിമേഷ്യയിലെ ഈ പുതിയ യുദ്ധമുഖം കേവലം പ്രാദേശികമായ ഒന്നല്ല, മറിച്ച് അത് ആഗോള സമ്പദ് വ്യവസ്ഥയും അന്താരാഷ്ട്ര വ്യാപാരത്തെയും പാടെ തകിടം മറിക്കാൻ ശേഷിയുള്ള ഒന്നാണ്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെ വലിയൊരു ശതമാനം കടന്നു പോകുന്നത് ഈ മേഖലയിലെ 2 തന്ത്രപ്രധാന ജലപാതകളിലൂടെയാണ്.
ഇറാന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഈ കടലിടുക്കിൽ നേരിയ തോതിലുള്ള സൈനിക അസ്ഥിരത ഉണ്ടായാൽ പോലും ആഗോള ഇന്ധന വിപണി സ്തംഭിക്കും. യമൻ തീരത്തുള്ള ഈ പ്രദേശം അടയ്ക്കപ്പെട്ടാൽ സുയസ് കനാൽ വഴിയുള്ള ഏഷ്യ യൂറോപ്പ് വ്യാപാരം പൂർണ്ണമായും തടസ്സപ്പെടും. ഇസ്രയേലിനെയും അതിന്റെ സഖ്യകക്ഷികളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന ഏതൊരു രാജ്യത്തെയും തങ്ങൾ ശത്രുവായി പ്രഖ്യാപിക്കുമെന്നും മേഖലയിലുടനീളമുള്ള അമേരിക്കൻ സൈനിസ്റ്റ് താൽപര്യങ്ങളും സൈനിക കേന്ദ്രങ്ങളും തങ്ങളുടെ അടുത്ത ലക്ഷ്യമായിരിക്കുമെന്നും IRGC മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഈ പ്രസ്താവന പേർഷ്യൻ ഗൾഫിലും ഇറാഖിലും സിറിയയിലുമുള്ള അമേരിക്കൻ സൈനിക സാന്നിധ്യത്തെ നേരിട്ട് ഭീതിയിലാഴ്ത്തുന്നതാണ്. ഒരാഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കാൻ പോകുന്ന ഇന്ധനവില വർധനവാണ് ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ആഗോള ഭീഷണി. ഇരുപക്ഷവും ഒന്നിനൊന്ന് മെച്ചമായ മിസൈൽ വ്യോമ പ്രതിരോധ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുമ്പോഴും ഒരു ചെറിയ തെറ്റായ കണക്കുകൂട്ടലുകൾ പോലും നിയന്ത്രണാതീതമായ ഒരു മഹായുദ്ധത്തിലേക്ക് വഴിമാറാം. ലെബനിലെ ഹിസ്ബുള്ളയുടെ മിസൈൽ ശേഷിയും ഇറാഖിലെ സിറിയയിലെയും ഇറാൻ അനുകൂല സേനകളുടെ സജീവമായ ഇടപെടലുകളും ഇസ്രയേലിനെ നാലുപാട് നിന്നും ഒരേ സമയം പ്രതിരോധത്തിലാക്കാൻ ശേഷിയുള്ളതാണ്. ഇറാൻ ഇസ്രയേൽ സംഘർഷം അതിന്റെ ഏറ്റവും അപകടകരമായ ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ അന്താരാഷ്ട്ര സമൂഹം തികഞ്ഞ ആശങ്കയോടെയാണ് ഈ നീക്കങ്ങളെ നോക്കിക്കാണുന്നത്. യുദ്ധങ്ങൾ എപ്പോഴും കൊണ്ടുവരുന്നത് വലിയ നാശനഷ്ടങ്ങളും മാനസിക പ്രതിസന്ധികളുമാണ്. ചരിത്രപരമായി നിരവധി സാമ്രാജ്യങ്ങളുടെ ഉദയത്തിനും പതനത്തിനും സാക്ഷ്യം വഹിച്ച പശ്ചിമേഷ്യൻ മണ്ണ് വീണ്ടും ഒരു വിനാശകരമായ യുദ്ധത്തിലേക്ക് നീങ്ങരുതെന്നാണ് സമാധാനകാംക്ഷികൾ ആഗ്രഹിക്കുന്നത്. ഓപ്പറേഷൻ നസർ എന്നത് ഒരു പരിമിത സൈനിക പ്രതികരണമായി അവസാനിക്കുമോ അതോ പശ്ചിമേഷ്യ മുഴുവൻ വിഴുങ്ങാൻ പോകുന്ന ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിന്റെ ആമുഖമാണോ എന്ന് വരും ദിവസങ്ങളിലെ ഇസ്രയേലിന്റെ പ്രതികരണത്തെ ആശ്രയിച്ചിരിക്കും. വൻശക്തികളുടെ കടുത്ത ഉപരോധങ്ങൾക്കിടയിലും സ്വന്തം പരമാധികാരം സംരക്ഷിക്കാൻ ഇറാൻ നടത്തുന്ന ഈ ശക്തി പ്രകടനവും അതിനെ നേരിടാൻ ഇസ്രയേൽ ഒരുക്കുന്ന വ്യോമ പ്രതിരോധ തന്ത്രങ്ങളും ലോക ചരിത്രത്തിലെയും ഭൗമരാഷ്ട്രീയത്തിലെയും ഏറ്റവും നിർണായകമായ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. ലോകം ഇപ്പോൾ സമാധാനത്തിനായുള്ള നയതന്ത്ര നീക്കങ്ങൾക്കായി കാതോർക്കുകയാണ്.